ആലത്തൂരിൽ UDF സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിക്കുന്ന രമ്യ ഹരിദാസ് പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ അത് ആലത്തൂർ മണ്ഡലത്തിലല്ല എന്ന് മാത്രം. കോഴിക്കോട് മണ്ഡലത്തിലെ വോട്ടറായ രമ്യയുടെ വോട്ട് പിടുത്തം MK രാഘവന് വേണ്ടിയാണ്. UDF ആഞ്ഞു പിടിച്ചാൽ കൂടെ പോരുന്ന മണ്ഡലമാണ് ആലത്തൂർ എന്ന വിശ്വാസത്തിലാണ് കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ രമ്യ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കാത്തിരിക്കുന്നത്. പെട്ടെന്നാണ് രമ്യ ഹരിദാസിന്റെ പേര് ആലത്തൂരിൽ പൊട്ടിവീണത്. എങ്ങനെ ആ പേര് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചെന്ന അന്വേഷണം ചെന്നെത്തി നിൽക്കുക 6 വർഷം മുമ്പ് രാഹുൽ ഗാന്ധി നടത്തിയ ടാലന്റ് ഹണ്ടിൽ. പാർട്ടിയെക്കുറിച്ചുള്ള നിലപാടുകളും അഭിപ്രായങ്ങളും വെട്ടിത്തുറന്നു പറഞ്ഞപ്പോൾ കൂലിത്തൊഴിലാളിയായ PP ഹരിദാസിന്റെയും രാധയുടെയും മകളുടെ തലവര തന്നെ മാറി. നേതൃപാഠവും തിരിച്ചറിഞ്ഞ രാഹുൽ യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ കോർഡിനേറ്റർമാരിൽ ഒരാളായി രമ്യയെ ഉയർത്തി. ഇതിനിടയിൽ കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും തേടി വന്നു. ഇപ്പോഴിതാ ആലത്തൂരിൽ സ്ഥാനാർത്ഥിയാകുമെന്നും കേൾക്കുന്നു. ആലത്തൂർ അങ്ങനെ ഒരു LDFന് കുത്തക എന്ന് പറയാൻ പറ്റുന്ന ഒരു സീറ്റൊന്നുമല്ല. നമ്മുടെ പ്രവർത്തനം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സീറ്റ് തന്നെയാണ്. ആ രീതിയിലാണ് ഇപ്പോഴും ചർച്ച നടക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രതീക്ഷ കയ്യിലുണ്ട്. പാട്ടും പാടി വിജയിക്കാമെന്ന വിശ്വാസമൊന്നും രമ്യക്കില്ല. പക്ഷേ ജീവിതത്തിൽ നല്ലൊരു പാട്ടുകാരിയാണ്. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം. പട്ടിക ഏത് നിമിഷവും മാറിമറിയാവുന്നതുകൊണ്ട് സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പിച്ചതിനു ശേഷമേ കോഴിക്കോട്ട് നിന്ന് ആലത്തൂരിലേക്ക് രമ്യ വണ്ടി കയറൂ. MA ഇർഷാദിനൊപ്പം റാഹീസ് റഷീദ്, മീഡിയ 1 കോഴിക്കോട്.